ഇന്നലെ റിലീസായിട്ടുള്ള മദ്രാസ്കാരൻ എന്ന് പറയുന്ന തമിഴ് സിനിമ കണ്ടു. നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് മദ്രാസ്കാരൻ. സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ മറ്റ് അഭിനേതാക്കൾ ഈ വിഷയത്തിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. കാരണം സിനിമ കൂടുതലും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാനോ അല്ലെങ്കിൽ ഓടേണ്ടതോ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഷെയ്ൻ നിഗം നായകനാകുന്ന പടം എന്നുള്ള രീതിക്ക് തന്നെയാണ്. അത് തന്നെ ആയിരിക്കണം അതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. സിനിമ സത്യം പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് നമുക്ക് നൽകുന്നത്. ഒരു ആദ്യ സിനിമ എന്നുള്ള നിലയ്ക്ക് ഷെയ്ൻ നിഗത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഷെയ്ൻ നിഗം ഇതുവരെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സോ അതല്ലെങ്കിൽ ഈട എന്ന് പറയുന്ന സിനിമയിൽ നിന്നൊന്നും തന്നെ ബസ് കിട്ടാത്തൊരു കഥാപാത്രമായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. അതായത് എന്താണോ കുമ്പളങ്ങി നൈറ്റ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈട എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുള്ളത്, മറ്റ് പല ഷെയ്ൻ നിഗം ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള അതേ ഷെയ്ൻ നിഗത്തെ തന്നെ മറ്റൊരു ഭാഷ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലെ വ്യക്തി തമിഴ് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ പറയുന്ന സിനിമയിലും ഷെയ്ൻ നിഗം അദ്ദേഹത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഷെയ്ൻ നിഗത്തിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ പാൻ ഇന്ത്യൻ ഡിപ്രഷൻ സ്റ്റാർ എന്നോ അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റും. ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്, മറ്റൊന്നും തന്നെ തന്നിൽ നിന്ന് കിട്ടില്ല എന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഷെയ്ൻ നിഗം ഈ സിനിമയിലുടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറും സ്വഭാവമാണെന്ന് നമുക്കൊരു വാദത്തിന് വേണ്ടി പറയാമെങ്കിൽ പോലും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അതേ ഷെയ്ൻ നിഗം തന്നെ, അതേ ഡിപ്രഷൻ, അതേ സങ്കടം, ഒരു ദുരന്തം, അതിനുശേഷം ഉണ്ടാകുന്ന ട്രോമ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലോട്ട് ഇല്ലാത്തത് കൊണ്ട് ഷെയ്ൻ നിഗത്തിന് ഇങ്ങനെ തന്നെ അഭിനയിക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടി പറയാമെന്നേ ഉള്ളൂ. പക്ഷേ പുതുമയൊന്നും തന്നെ ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു ക്യാമറാമാൻ തോളത്ത് വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നും. കാരണം അത്രയും ഷേക്കിംഗ് ആണ് സിനിമ. അങ്ങനെ എല്ലായ്പ്പോഴും ഈ പറയുന്ന ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ സമയം കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബഹളം. സിനിമ കുറച്ചൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിലുള്ള സിനിമയാണ്. പക്ഷേ സിനിമയിലെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആളുകൾ ക്രൗഡ് ചേർന്നുണ്ടാക്കുന്ന സൗണ്ട് നമുക്കൊരു തരത്തിൽ അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ അരോചകമായി മാറുന്ന അല്ലെങ്കിൽ നമുക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊരു സിനിമയ്ക്ക് നെഗറ്റീവ് മാത്രം പറയുക എന്നുദ്ദേശിച്ച് ചെയ്യുന്ന ഒരു റിവ്യൂ അല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതാണ് അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തരത്തിലും നമ്മളെ തൃപ്തിപ്പെടുത്താത്തൊരു സിനിമ. ഇനി കഥയുടെ തലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ചെറിയ തമിഴ് സിനിമകൾ തിയേറ്ററിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ സൂര്യയെ പോലെയോ അല്ലെങ്കിൽ വിജയെ പോലെയോ ഒന്നും തന്നെ തിയേറ്ററിൽ ചലനമൊന്നും ഉണ്ടാക്കിയില്ല, അതല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളിംഗ് ഒന്നും നടത്തിയില്ലെങ്കിലും ചില തമിഴ് സിനിമകൾ OTT റിലീസിന് ശേഷമൊക്കെ വലിയ തോതിൽ ചർച്ചയാവുകയും പിന്നീട് നമ്മൾ മലയാളികൾ തന്നെ തമിഴ് സിനിമകൾ കാണുന്നത് അത്തരത്തിലാണ്. കൂടുതൽ സിനിമകൾ നായക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നായകനെ കണ്ടുകൊണ്ട് സിനിമ കാണുന്നത് ഒഴിച്ചാൽ നമ്മൾ തമിഴ് സിനിമകൾ കാണുന്നത് നല്ല അഭിപ്രായങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ OTT റിലീസിന് ശേഷം മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് തമിഴിലെ വളരെ കലാമൂല്യമുള്ള സിനിമകൾ മലയാളികൾ പൊതുവേ കാണുന്നത്. അത്തരം ഒരു സാഹചര്യവും ഈ പറയുന്ന മദ്രാസ്കാരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം ഒരു കഥാ പശ്ചാത്തലമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയോ ഒന്നും തന്നെ ഒരാളെയും ഒരു സിനിമാ പ്രേമിയെയും ഇമ്പ്രസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഷെയ്ൻ നിഗം ആദ്യമായി അഭിനയിച്ച തമിഴ് സിനിമ സൂപ്പറാണ്, കണ്ടോളൂ എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുന്നത് തോന്നില്ല. സാധാ ഒരു തമിഴ് പടം, കുറേ എന്തിനോ വേണ്ടിയിട്ട് കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളും, പക്ഷേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്ന ഒരു സാധാരണ സിനിമ മാത്രമാണ് ഷെയ്ൻ നിഗത്തിൻ്റെ മദ്രാസ്കാരൻ. തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തലവേദനയും ഈ ശബ്ദം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വേണമെന്ന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി തന്നെ കാണാം. അതർവൈസ് വെറുതെ ഒരു തവണ കണ്ടിരുന്ന് തള്ളിക്കളയാൻ പോലും ഇല്ലാത്തൊരു സിനിമ എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ പറയേണ്ടി വരും. പിന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ആക്ടിങ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷെയ്ൻ നിഗം അത് ഭംഗിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലിഷേകളുണ്ട്, അതല്ലെങ്കിൽ സ്ഥിരം റിപ്പീറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷെയ്ൻ നിഗത്തിൻ്റെ മുഖത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഷെയ്ൻ നിഗം ആ ഒരു കഥ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ അത്യാവശ്യം നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഷെയ്ൻ നിഗം ഒരു മോശം അഭിനേതാവാണ് എന്നുള്ള അഭിപ്രായം ഒരുപക്ഷെ മലയാളികൾക്ക് ആർക്കും ഉണ്ടാവില്ല. ഈ പറയുന്ന ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഷെയ്ൻ നിഗത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. അത് തന്നെ ഈ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
ഒരു ഓൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഡിപ്രഷൻ സ്റ്റാർ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൗത്ത് ഇന്ത്യൻ ഡിപ്രഷൻ സ്റ്റാറായിട്ട് നമ്മുടെ ഷെയ്ൻ നിഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഒരു മാസ് റോളോ അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിൽ പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു കഥയിൽ അഭിനയിച്ച് ഇതിലേക്ക് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം RDX എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടത്തിലാണെങ്കിൽ പോലും ഷെയ്ൻ നിഗത്തിന് ഈ പറയുന്ന ഒരു ഡിപ്രഷൻ അടിച്ച വ്യക്തിയുടെ റോള് തന്നെയാണ് ചെയ്യാനുള്ളത്. കുറഞ്ഞ സ്ഥലത്താണെങ്കിലും അത് തന്നെയാണ്. ഒരുവിധം മിക്കവാറും അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളിലും നായകനൊരു നിസ്സഹായാവസ്ഥയിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ ഒരു ദുരന്തത്തിന് ശേഷം ഒരു ട്രോമയിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യുന്നു. അതിനുശേഷം അയാളുടെ മുഖത്ത് മിന്നി പറയുന്ന ഭാവങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സിനിമയിലും ഒരേ സംഗതി തന്നെയാണ്. മദ്രാസ്കാരൻ്റെ കാര്യത്തിൽ പോയി തെറ്റിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. സോ ഇതാണ് റിവ്യൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കാണാം, റിസ്ക് എടുക്കാം. ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു ആരാധകനാണ് എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാവുന്നതാണ്.